കമ്പനി നിയമം 2013 സെക്ഷൻ 166 ഒരു ഡയറക്ടറുടെ ഡ്യൂട്ടി എന്താണെന്ന് കൃത്യമായി പറയും. ഒരു ഡയറക്ടർ തീർച്ചയായിട്ടും ആ സ്ഥാപനത്തിൻ്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന് വിധേയനായിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അയാളുടെ പൂർണ്ണമായിട്ടുള്ള ശ്രമങ്ങൾ കമ്പനിയുടെ ഉന്നമനത്തിന് വേണ്ടി, അതിൻ്റെ അംഗങ്ങൾ, അതിൻ്റെ തൊഴിലാളികൾ, അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി വേണം അയാളുടെ പ്രവർത്തനങ്ങൾ നടത്താൻ. ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നിയമങ്ങൾ ആ കമ്പനിക്ക് ആപ്ലിക്കബിൾ ആവുമോ, ആ നിയമങ്ങളെല്ലാം കൃത്യമായി ചെയ്തു എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഉണ്ട്. ഈ ഇൻഡിവിജ്വലായിട്ടുള്ള ഓരോ ഡയറക്ടർമാരും കമ്പനിയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി വിലയിരുത്തേണ്ടതും, അതിൻ്റെ ആനുവൽ ജനറൽ മീറ്റിംഗ്, അതിൻ്റെ ഫൈനാൻഷ്യൽ ബുക്സ് ക്ലോസിംഗ്, അതിൻ്റെ ടാക്സ് അടച്ചിട്ടുണ്ടോ മുതലായ കാര്യങ്ങളെല്ലാം വർഷാവർഷം അതല്ലെങ്കിൽ പീരിയോഡിക്കലായിട്ട് അതിനെപ്പറ്റി ചെക്ക് ചെയ്യുകയും അത് നടത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. ഒരു മാനേജിംഗ് ഡയറക്ടർ നിലവിലുള്ള ഒരു കമ്പനിയിൽ പ്രൈമറി റെസ്പോൺസിബിലിറ്റി, നിയമങ്ങൾ പാലിക്കാനായിട്ടുള്ള പ്രൈമറി റെസ്പോൺസിബിലിറ്റി മാനേജിംഗ് ഡയറക്ടർക്കാണെങ്കിലും ഡയറക്ടർ ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും അതിനോടനുബന്ധിച്ച് തന്നെ തുല്യമായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ആർക്കും തന്നെ സാധ്യമല്ല. ഉദാഹരണത്തിന് ഇൻകം ടാക്സ് ആക്ടിൽ സെക്ഷൻ 179 അത് പറയുന്നത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഏതെങ്കിലും ഒരു വർഷം ടാക്സ് അടച്ചില്ലെങ്കിൽ ആ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടേഴ്സിന് എല്ലാവർക്കും പേഴ്സണൽ ലയബിലിറ്റി ഉണ്ടാകുമെന്നാണ്. ഇതുപോലെ തന്നെയാണ് പ്രോവിഡൻറ്റ് ഫണ്ട് നിയമവും. ഏതെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് അടയ്ക്കേണ്ടുന്ന കോൺട്രിബ്യൂഷൻ ഒരു കമ്പനി അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഓരോ ഡയറക്ടർക്കെതിരെയും ക്രിമിനൽ നടപടിക്രമങ്ങൾ എടുക്കാനായിട്ട് ഗവൺമെൻറ്റിന് സാധിക്കും. ഇങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് ആ ഡയറക്ടർ അവരവരുടെ ഉത്തരവാദിത്വം കൃത്യമായി പാലിച്ചില്ലെങ്കിലോ, അല്ലെങ്കിൽ കമ്പനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു നിയമലംഘനം നടത്തിയാലോ കമ്പനിയോടൊപ്പം തന്നെ ഈ ഓരോ ഡയറക്ടർക്കും നിയമ നടപടികൾ നേരിടേണ്ടി വരും.